വാഴത്തൂർ മുംബൈയിൽ ബാലചന്ദ്രൻ അങ്ങനെ സ്റ്റാലിനെയും കൊണ്ട് വൈജയന്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തിയും സ്റ്റാലിനും മുഖാമുഖം കാണുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇനി കാണാനായിട്ട് കഴിയുന്നത്. ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ കൂടെ നിന്നല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ അനാഥാലയത്തിലേക്ക് തള്ളിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഏറ്റെടുക്കാൻ തയ്യാറാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അതെ, തീർച്ചയായും എനിക്ക് അവളെ ഏറ്റെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഒരു രാജകുമാരിയേക്കാൾ മേലെ അവൾക്ക് സ്വർണവും സ്വത്തുമൊക്കെ കൊടുത്ത് അവളെ ഞാൻ നോക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാലിനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിനെയും കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്കും കടപ്പാട്ടൂർ വീട്ടിലേക്കും പോകുന്ന ബാലചന്ദ്രൻ ഒടുവിലതാ സ്റ്റാലിനും വൈജയും മുഖാമുഖം കാണുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്റ്റാലിനെ പെട്ടെന്ന് കണ്ടതും വൈജയന്തിയാണെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാകുന്നുണ്ട്. വൈജയന്തിക്ക് ഒരു വലിയ ഷോക്ക് തന്നെ ബാലചന്ദ്രൻ കൊടുക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വൈജയന്തി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ